Golden Gate by Alistair MacLean, Chapter. മുമ്പിലെ ബസ്സിലിരുന്നിരുന്ന പോൾ റബ്സൺ എന്ന മനുഷ്യൻ ബോധക്ഷയത്തിൽ നിന്ന് മെല്ലെ മുക്തനായി വരികയാണ്. അദ്ദേഹം കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചു നോക്കി. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ കയറിയത് ഓർമ്മയുണ്ട്, 2 സ്ഫോടന ശബ്ദങ്ങൾ, പിന്നൊന്നും ഓർമ്മയില്ല. ഒരു ഗ്യാസ് ബോംബ് അവിടെ പൊട്ടി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വാച്ചിലേക്ക് നോക്കി. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ കയറുമ്പോൾ അദ്ദേഹം സമയം നോക്കിയിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്ക് നോക്കി, അപ്പോഴും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് ആയിട്ടും വാഹനം അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ചുറ്റും നോക്കി, ഭൂരിപക്ഷം ആൾക്കാർ അപ്പോഴും ബോധക്ഷയത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. ഏതാനും ആൾക്കാർ മാത്രം അദ്ദേഹത്തെ പോലെ മെല്ലെ ബോധം തെളിഞ്ഞു വരുന്നുണ്ട്. തൊട്ടടുത്ത് ഒരു ലേഡി ജേർണലിസ്റ്റ് ഇരിപ്പുണ്ട്. അവർ നേരത്തെ പരിചയപ്പെട്ടതാണ്. നല്ല രസകരമായ ഒരു പേരാണ് ആ കുട്ടിക്ക്, ഏപ്രിൽ വെനസ്ഡേ. അപ്പോൾ റബ്സൺ ചോദിച്ചു, ഇതെന്താ നിനക്ക് ഇങ്ങനൊരു പേര്? അത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പേരിടാൻ ആലോചിച്ചപ്പോൾ ഞാൻ ജനിച്ച ദിവസം വെനസ്ഡേ, ജനിച്ച മാസം ഏപ്രിൽ, അത് അവരങ്ങ് എൻ്റെ പേരാക്കി. റബ്സൺ മനസ്സിലാലോചിച്ചു, അവർ വർഷവും കൂടി ആലോചിക്കായിരുന്നു, നന്നായി. ബസ്സിൻ്റെ അകത്ത് ഇപ്പോൾ ആകെ റബ്സന് പരിചയമുള്ള ഒരേ ഒരാൾ ആ കുട്ടിയാണ്. അവള് ഫ്രണ്ട് സീറ്റിൽ തലവെച്ച് അബോധാവസ്ഥയിൽ കിടപ്പുണ്ട്. റബ്സൺ അവൾ മെല്ലെ സീറ്റിലേക്ക് ചാരിയിരുത്തി. അപ്പോഴും അവൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. അവൾ റബ്സന്റെ തോളിലേക്ക് തല ഇട്ടുകൊണ്ട് വീണ്ടും അതേ രീതിയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മെല്ലെ ബോധത്തിലേക്ക് വന്നു. അവൾ ചുറ്റും ഒന്ന് നോക്കി, റബ്സനെ നോക്കി. പിന്നെ എണീറ്റ് ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പോൾ റബ്സൻ പറഞ്ഞു, എന്താ പറ്റിയെന്ന് ഇപ്പം എനിക്കെങ്ങനെ അറിയാം? നീയെ അനുഭവിച്ചൊക്കെ തന്നെയാണ് ഞാനും അനുഭവിച്ചത്. നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ വന്നു, പിന്നെ 2 എക്സ്പ്ലോഷൻ കേട്ടു, പിന്നെ നമുക്കൊന്നും ഓർമ്മയില്ല. ഈ സമയത്ത് ആ കുട്ടി ഒന്ന് ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് റബ്സന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ റബ്സന് തോന്നി, എന്തോ കുട്ടി പേടിച്ച പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് ആ കുട്ടി അവളൊരു കയ്യെ അപ്പുറത്തെ സീറ്റിലേക്ക് ചൂണ്ടി. അവിടെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വിലങ്ങ് വയ്ക്കപ്പെട്ട ആൾക്കാരിൽ 2 പേർ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, കയ്യിൽ ഹാൻഡ് കഫാണ്. അതുകൊണ്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി അവർ അവിടെ നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, ഇതെന്താ നമ്മളെന്നും വിലങ്ങ് വയ്ക്കാത്തത്? റബ്സൻ പറഞ്ഞു, അത് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നമ്മൾ വിലങ്ങ് വെച്ചിട്ടില്ല. അതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല കുട്ടി. റബ്സൻ പിന്നെയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പുറത്തിറങ്ങി അന്വേഷിക്കാം ഇവിടെ എന്താ സംഭവം നടന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവളും പറഞ്ഞു, ഞാനും കൂടെ വരാം. ഓ വന്നോ. അപ്പോൾ റബ്സൻ ഇരിക്കുന്നത് വിൻഡോ സീറ്റിലാണ്. ഈ കുട്ടി എണീറ്റല്ലേ, അദ്ദേഹത്തിന് എണീക്കാൻ പറ്റുള്ളൂ. അവൾ എണീറ്റ് നടന്നു, പുറകെ അദ്ദേഹം നടന്നു. ബസ്സിൻ്റെ വലത് ഡോറിലൂടെ അവർ പുറത്തേക്ക് ഇറങ്ങി. അറിയാമല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ബസ്സാണ്, പാസഞ്ചേഴ്സിൻ്റെ ഡോറൊക്കെ റൈറ്റ് സൈഡിലാണ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു പോലീസുകാരൻ മെഷീൻ ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവരൊന്ന് ഞെട്ടി. സാധാരണ പോലീസുകാരൊക്കെ പിസ്റ്റളാണ് ഉപയോഗിക്കാറുള്ളത്. എന്തെങ്കിലും എമർജൻസി വരുമ്പോഴാണ് മെഷീൻ ഗണ്ണ് ഒക്കെ പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ആക്ച്വലി പോലീസുകാരനല്ല, പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ബ്രാൻസന്റെ അസിസ്റ്റന്റ് ജോണിയാണത്. പിന്നെ നോക്കുമ്പോൾ അവര് മറ്റൊരു അമ്പരപ്പിക്കുന്ന രംഗം കണ്ടു നിൽക്കുകയാണ്. അതായത് ആ ബസ്സിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് കാർ, അതിൻ്റെ അകത്ത് 6 പോലീസുകാർ. അവർ ഈ പറഞ്ഞ പോലെ അബോധാവസ്ഥയിൽ നിന്നിങ്ങനെ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ആകെ രംഗം പന്തിയല്ല എന്ന് മനസ്സിലായി. അവൾ റബ്സനോട് പറഞ്ഞു, ഇതിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക, ഇതെന്താ സംഭവം എന്നാണ്, ഇതെന്താണ് നിൻ്റെയൊക്കെ അർത്ഥം? പെട്ടെന്ന് പുറകുന്നൊരു ശബ്ദം കേട്ടു. അർത്ഥമൊക്കെ ഞാൻ പറയാം. അവർ തിരിഞ്ഞു നോക്കി. ബ്രാൻസൺ വളരെ കൂളായിട്ട് അവരുടെ നേരേക്ക് നടന്നു വന്നു.
റാൻസം പറഞ്ഞു, അർത്ഥമെല്ലാം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴല്ല, എല്ലാവരുടെയും ബോധമൊക്കെ തെളിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. തൽക്കാലം ഞാൻ ക്ഷമ പറയുന്നു, നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവില്ല, എന്നോട് ക്ഷമിക്കുക. അത്രയും പറഞ്ഞ് ബ്രാൻസൺ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങി. ബ്രാൻസൺ നോക്കി നിന്ന നമ്മുടെ ഏപ്രിൽ വെനസ്ഡേ പെട്ടെന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, ഹെലികോപ്റ്റർ അല്ലേ അത്? വീണ്ടും ബ്രാൻസൺ തിരിഞ്ഞു വന്നു, അതെ, സത്യമായിട്ടും ഹെലികോപ്റ്ററാണ്. ഒന്നും സംഭവിക്കാത്ത പോലെ ബ്രാൻസൺ വീണ്ടും നടന്നുപോയി. ഒന്നും മനസ്സിലാവാതെ ഇവരും തമ്മിൽ നോക്കി നിന്നു. ബ്രാൻസൺ നേരെ അദ്ദേഹത്തിൻ്റെ ബസ്സിൻ്റെ അടുത്തെത്തി. അവിടെ പുറത്ത് തന്നെ പോലീസ് സ്റ്റേഷത്തിൽ ക്രിസ്റ്റലർ ഉൾപ്പെടുന്നു. ക്രിസ്റ്റലർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്രാൻസൺ ബോയാനെ എടുത്ത് പുഴയിലെറിയാൻ പറയുമ്പോൾ പകരം വിളിച്ച റേഡിയോ ഓപ്പറേറ്റർ. ബ്രാൻസൺ പറഞ്ഞു, ആ പോലീസുകാർക്ക് ബോധം തെളിഞ്ഞോ? ആ, തെളിഞ്ഞു വരുന്നു. എല്ലാവർക്കും ബോധം തെളിയുമ്പോൾ കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു 2 ആൾക്കാരുടെ സഹായത്തോടെ എന്ന് പറഞ്ഞാൽ മെഷീൻ ഗണ്ണും പിടിച്ചുകൊണ്ട് 2 ആൾ നിൽക്കണമല്ലോ, അവരുടെ എല്ലാം കയ്യിൽ വിലങ്ങ് വയ്ക്കുക. അതുപോലെ തന്നെ ആ ഫ്രണ്ടിലുള്ള 6 പേരും ബസ്സിൻ്റെ അകത്തുള്ള 3 പേരും എല്ലാവരെയും നടത്തിച്ച് ആ സൗത്ത് എൻട്രൻസിൻ്റെ ഒരു 500 മീറ്റർ ഇപ്പുറത്ത് വെച്ച് ഹാൻഡ് കഫ് അഴിച്ചിട്ട് അവരെ അങ്ങ് നടന്നു പോകാൻ അനുവദിച്ചേക്കുക. കാരണം ഈ സമയത്ത് ഈ സൗത്ത് എൻട്രൻസിൻ്റെ അവിടെ ഒരു പോലീസ് ഫോഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോലീസുകാരും അവരുടെ വാഹനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ബ്രിഡ്ജിലേക്ക് കയറാൻ ധൈര്യമില്ല. പ്രസിഡന്റിൻ്റെയും മറ്റ് ലോക നേതാക്കളുടെയും ജീവൻ അപകടത്തിലാവുന്ന ഒരവസ്ഥയാണ്. അവിടെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വാനിൽ, അതായത് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും റേഡിയോ ടെലിഫോൺ വെച്ച് ബന്ധപ്പെടാവുന്ന ഒരു വാൻ, അതിൻ്റെ അകത്ത് വാഷിങ്ടൺ പോലീസ് ചീഫ് ഹെൻറിക്സ് ഇരിപ്പുണ്ട്. ഈ സമയത്ത് ബ്രാൻസന്റെ ബസ്സിൻ്റെ അകത്തുനിന്ന് ഒരു വിളി വരികയാണ്, സാർ. വിളിച്ചത് ജെൻസനാണ്, FBI ഡെപ്യൂട്ടി ചീഫ് എന്നുള്ള വ്യാജേന നേരത്തെ ഹോട്ടൽ ലോബിയിൽ കണ്ട മനുഷ്യൻ. ബ്രാൻസൺ ഓടി ബസ്സിൻ്റെ അകത്ത് കയറി. ഗിസ്കാർഡാണ്, റഡാർ സ്റ്റേഷനിൽ നിന്ന്. ഉടനെ ബ്രാൻസൺ റിസീവർ എടുത്തു. അവിടുന്ന് മെസ്സേജ് വന്നു, സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു ടേക്ക് ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഉടനെ ബ്രാൻസൺ മറ്റൊരു സെറ്റ് വഴി ഹെൻറിക്സിന് ബന്ധപ്പെട്ടു. അല്ല, അപ്പം നിങ്ങൾക്കപ്പോൾ ഈ പ്രസിഡന്റിനെയും മറ്റ് നേതാക്കളെയൊന്നും ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അപ്പോൾ ഹെൻറിക്സ് ആകാംക്ഷമായിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി? എയർപോർട്ടിൽ നിന്നൊരു ടേക്ക് ഓഫ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞാലേ എയർ ട്രാഫിക് ഒന്നും പാടില്ല എന്ന്. അയ്യോ, അത് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ വരികയാണ്. അവർ പ്ലെയിനിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹെലികോപ്റ്ററിൽ വരികയാണ്. എന്നിട്ട് അവർ എവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്? തൊട്ടപ്പുറത്തൊരു മിലിറ്ററി ഹെലിപാഡ് ഉണ്ട്, അവിടെ ലാൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കാറിൽ വരും. ഓക്കെ. അങ്ങനെ ബ്രാൻസൺ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഗിസ്കാർഡിനോട് പറഞ്ഞു, തൽക്കാലം കുഴപ്പമില്ല, പക്ഷേ വിജിലൻ്റ് ആയിരിക്കണം, എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അപ്പം എന്നെ അറിയിക്കണം. ബ്രാൻസൺ നേരെ ചെന്ന് ഏറ്റവും ഫ്രണ്ടിലെ ബസ്സിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെ എല്ലാവരും ബോധമൊക്കെ വന്ന് റെഡിയായിരിപ്പുണ്ട്. പത്രക്കാരല്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു. ബ്രാൻസൺ വളരെ കൂളായിട്ട് പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ തൽക്കാല അസൗകര്യത്തിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പക്ഷെ നിങ്ങളെ ഞാൻ അധിക സമയം ഇവിടെ ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് കേട്ടിട്ട് ഇവിടെ ഇരിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇവിടെ ഇരിക്കുക, അവർ സേഫായിരിക്കും. താല്പര്യം ഇല്ലാത്തവർക്ക് നടന്ന് സൗത്ത് എൻട്രൻസിൽ കൂടെ പുറത്തേക്ക് പോവാം, അവരും സേഫായിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ന്യൂസ് കേട്ടാൽ ജേർണലിസ്റ്റുകളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പോകാൻ വഴിയില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രാൻസൺ അന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞു. അവിടെ ആ ബസ്സുകൾ നിന്ന ഷെഡിൽ ഒരു ബസ്സിൽ ബോംബ് വെച്ചത് മുതൽ ഉള്ള എല്ലാ കഥകളും ചുരുക്കി പറഞ്ഞു. അത് കേട്ട് അവരെല്ലാവരും ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിരിക്കുകയാണ്. ഇതുവരെ നടന്നതൊക്കെ തന്നെ വലിയ ന്യൂസിനുള്ള സ്കോപ്പുകളാണ്. ഇനി എന്ത് എന്നുള്ള അതിലും വലുതാണ്. അപ്പോൾ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് ഒരാളും ഇനി അവിടെ നിന്ന് പോവില്ല, അത് ബ്രാൻസൺ ഉറപ്പാണ്. വീണ്ടും ബ്രാൻസൺ പറഞ്ഞു, പോകണം എന്നുള്ളവർക്ക് പോവാം. ഒരാളും സീറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല.
പെട്ടെന്ന് ഒരു 2 ജേർണലിസ്റ്റുകൾ എണീറ്റ് ബ്രാൻസന്റെ അടുത്തേക്ക് വന്നു. അവർ പറഞ്ഞു, മിസ്റ്റർ ബ്രാൻസൺ, ഞങ്ങൾ അസോസിയേറ്റ് പ്രസിൻ്റെയും റോയിറ്റേഴ്സിൻ്റെയും ആൾക്കാരാണ്. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രസ് ഏജൻസികളാണ്. ഒരുപാട് പത്രങ്ങൾക്ക് ന്യൂസ് എത്തിച്ചു കൊടുക്കുന്ന ഏജൻസികളാണ്. അപ്പോൾ അവരോട് ബ്രാൻസന്റെ പ്രത്യേക താല്പര്യം തോന്നി. കാരണം അവരടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ലോകം മുഴുവൻ പെട്ടെന്ന് അറിയും. ഇത് എത്ര കാലമായി നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ബ്രാൻസൺ പറഞ്ഞു, ഏകദേശം ഒരു 3 മാസത്തിനടുത്തായി. 3 മാസമോ? 4 ദിവസം മുമ്പാണ് ഇതിൻ്റെ ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയത്, ഇങ്ങനെ ഒരു യാത്രയുണ്ടെന്നുള്ള കാര്യം. അത് നിങ്ങൾക്ക് 3 മാസം മുമ്പ് വാഷിങ്ടണിൽ വൈറ്റ് ഹൗസിലും പെൻറ്റഗണിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ചർച്ചകൾ നടന്നു. അന്നേ ഞങ്ങൾക്ക് വിവരം കിട്ടി. അതെങ്ങനെ? അതിനൊരു $30,000 ചെലവ് വന്നു. അപ്പോൾ അവരിങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. വീണ്ടും ബ്രാൻസൺ പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടി പറയാം. ഏറ്റവും പുറകിലുള്ളത് എൻ്റെ ബസ്സാണ്. അതിൻ്റെ അകത്ത് 3 റേഡിയോ ടെലിഫോൺസ് ഉണ്ട്. ഓരോ സമയത്തും 3 ആൾക്ക് എന്ന് അതിൽ നിങ്ങളെ അതായത് പത്രങ്ങൾ, TV എന്താണെന്ന് വെച്ചാൽ വിളിച്ച് സംസാരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ ഓരോ ഏജൻറ്റുകളെ സൗത്ത് എൻട്രൻസിൽ വന്ന് നിൽക്കാൻ പറയണം. നിങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ അപ്പം ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അതായത് നിങ്ങൾ ഇവിടെ ഇരുന്നാലും റിപ്പോർട്ടുകൾ തത്സമയം നമുക്ക് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കണം. ഓരോ സമയവും 3 ആൾ വെച്ചുകൊണ്ടൊന്ന് പൊക്കോളൂ. പിന്നെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു 10 മീറ്റർ ദൂരെ ഒരു വെള്ള വര കാണുന്നില്ലേ? അപ്പോൾ അവർ നോക്കി ഉണ്ട്. എൻ്റെ ബസ്സിൻ്റെ പുറകെയും 10 മീറ്റർ അപ്പുറത്ത് ഒരു വെള്ള വരയുണ്ട്. ഇത്രയും ദൂരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാവുന്ന സ്ഥലമാണ്. പക്ഷെ ഒരു കാരണവശാലും പ്രസിഡന്റിൻ്റെ ബസ്സിൽ കയറാനോ അവരുമായിട്ട് സംസാരിക്കാനോ പാടില്ല, എൻ്റെ അനുവാദമില്ലാതെ. മനസ്സിലായല്ലോ? എല്ലാവരും തലവിലുക്കി. മറ്റൊരു കാര്യം, ഈ വെള്ളക്കരകളുടെ അപ്പുറത്ത്, ആ വരയുടെ ഒരു 5 മീറ്റർ അപ്പുറത്ത് മെഷീൻ ഗണ്ണുമായിട്ട് എൻ്റെ ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വര മുറിച്ച് കിടക്കുന്നവരെ വാൺ ചെയ്യാനല്ല, ഷൂട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് വര മുറിച്ച് കിടന്ന് അതോടെ അവൻ്റെ ജീവൻ പോയി, അത് ഓർമ്മ വേണം. അതും എല്ലാവരും സമ്മതിച്ചു. ബ്രാൻസൺ വീണ്ടും കാണാം എന്നുള്ളൊരു കൺക്ലൂഷനോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ബ്രാൻസൺ പുറത്തിറങ്ങി ഒരു അടി മുന്നോട്ട് വെച്ചതും ഒരു പത്രപ്രവർത്തക, അല്പം പ്രായമുള്ള ഒരു ലേഡിയാണ്. അല്പം പ്രായമുള്ളതെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് 4 വനിതാ പത്രപ്രവർത്തകരാണ് ഉള്ളത്. അതിൽ ഒരു 30 വയസ്സിന് താഴെയുള്ളത് നമ്മുടെ ഏപ്രിൽ വെനസ്ഡേ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു 3 പേരുള്ളതും 50 വയസ്സിനടുത്ത് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലൊരാൾ എണീറ്റ് ബ്രാൻസനോട് ചോദിച്ചു, ഒരു സംശയം ചോദിക്കട്ടെ? അപ്പോൾ ബ്രാൻസൺ അവർ നോക്കിയിട്ട് പറഞ്ഞു, ചോദിച്ചോളൂ. നിങ്ങളുടെ ഇത്രയും പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾ വളരെ പ്രൊഫഷണലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വിചാരിക്കാൻ. നിങ്ങളതിന് മുമ്പും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബ്രാൻസൺ അങ്ങ് നടന്നുപോയി. പെട്ടെന്ന് ജോണി പുറകുന്ന് വിളിച്ചു, സാർ അത് കണ്ടോ? ബ്രാൻസനും അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം 2 കിലോമീറ്റർ ദൂരം നിന്ന് ഒരു കപ്പൽ പാലത്തിന് നേരേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബ്രാൻസൺ പെട്ടെന്ന് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ടെലസ്കോപ്പ് എടുത്തു, നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി അത് നേവിയുടെ USS ന്യൂജേഴ്സി എന്ന യുദ്ധക്കപ്പലാണ്. പെട്ടെന്ന് അദ്ദേഹം ഓടി പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്ത് കയറി. അവിടുത്തെ ഫോണിൽ ഹെൻഡ്രിക്സിനെ വിളിച്ചു. എന്നിട്ട് വീണ്ടും അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ? പ്രസിഡന്റിൻ്റെ ഒരു ചെവി അറുത്ത് അങ്ങോട്ട് അയച്ചിരട്ടെ? വളരെ ദേഷ്യത്തിലാണ്. ഹെൻഡ്രിക്സ് ഒന്നും ഞെട്ടി. എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത്? നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത പണി തുടങ്ങിയിരിക്കുകയാണ്. കപ്പലയച്ച് ഞങ്ങളെ പിടിക്കാൻ പോകണം. പെട്ടെന്ന് ഹെൻഡ്രിക്സ് ചോദിച്ചു, കപ്പലോ? എന്ത് കപ്പല്?
നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് അന്വേഷിക്കുക ഈ സമയത്ത് ഇതിലെ പോകുന്ന കപ്പൽ ഏതാണെന്ന്. എന്നിട്ട് ആ കപ്പലിന്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് ആ കപ്പലെ തിരിച്ച് പൊക്കോളാൻ പറ, അല്ലെങ്കിൽ പ്രശ്നമാവും. ഹെൻഡ്രിക്സ് പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ ഒരു കപ്പൽ വന്നോന്നിരിക്കട്ടെ, അവരെന്ത് ചെയ്യും? അവിടെ പാലം തകർത്ത് എല്ലാവരും കൂടി കൊല്ലുവോ? അല്ലാതെ ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ വാനിഫാൻ അടുത്ത് വന്ന് സ്പീക്കർ ഫോണിലൂടെ സംസാരിച്ചു. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയാണ് കുബുദ്ധിയുടെ ആശാനാണ്. അങ്ങനെ ആവണമെന്നില്ല, ഞങ്ങൾ ഇതുപോലുള്ള ഗ്യാസ് ഇവിടെ ആകെ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ബോധം പോകും. ബോധം പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടുവരാം, ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യാം, പ്രസിഡന്റിനെ കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെ ആയിക്കൂടെ? അപ്പോൾ ഹെൻഡ്രിക്സ് അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞു, ശരി, ഞാനിപ്പോൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹെൻഡ്രിക്സ് തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കപ്പല് നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കപ്പലല്ല, അത് അതിൻ്റെ യൂഷ്വൽ ഫ്യൂവലിംഗ് ആൻഡ് ഫുഡ് കളക്ഷൻ ഇത് രണ്ടും കഴിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു കപ്പലാണ്. കടലിലേക്ക് ഈ സമയത്തേ പോകാൻ പറ്റുള്ളൂ, കാരണം ഇപ്പം വേലി ഇറക്ക സമയമാണ്, വെള്ളം താഴ്ന്നിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം പാലത്തിൽ തട്ടും. അപ്പോൾ ബ്രാൻസൺ വീണ്ടും പറഞ്ഞു, അതിപ്പോൾ പോണ്ട, തിരിച്ചു വിടാൻ പറ. അപ്പോഴേക്കും ഈ കപ്പൽ കുറേ കൂടിയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഹെൻഡ്രിക്സ് വിളിച്ചു. ക്യാപ്റ്റൻ പറയുന്നത് അതിനിപ്പം തിരിക്കാൻ പറ്റില്ല, കാരണം വേലിയിറക്കത്തിൽ അത്രയും സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിക്കാൻ ശ്രമിച്ചാൽ മിക്കവാറും അത് പാലത്തിൻ്റെ വല്ല തൂണിലും പോയി ഇടിക്കും. അതാണ് അപകടം. കപ്പലിനും അപകടമാണ്, പാലത്തിനും അപകടമാണ്. അവരുടെ ഇന്ന് യാതൊരുവിധ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പ് തരുന്നു. അവർക്ക് അങ്ങനത്തെ ഉദ്ദേശമേ ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ ആ ക്യാപ്റ്റൻ ആദ്യം എന്നെ പരിഹസിച്ചിരിക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റിനെ തടവിലാക്കിയെന്ന നിങ്ങൾ എന്ത് മണ്ടത്തിലാണ് പോലീസ് ചീഫ് പറയുന്നത് എന്നാണ് ആ ക്യാപ്റ്റൻ എന്നോട് ചോദിച്ചത്. അയാൾ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ശരി, നോക്കാം, എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പനുള്ള നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞ് ബ്രാൻസൺ ഫോൺ വെച്ചു. ഫോൺ വെച്ച് അവരെല്ലാം ആകാംക്ഷയോടെ ആ ബസ്സിൻ്റെ ഗ്ലാസ്സിലൂടെ കപ്പലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ഫ്രണ്ടിലെ ബസ്സിലും ഇതേപോലെ പത്രപ്രവർത്തകരെല്ലാം പുറത്തിറങ്ങി. എല്ലാവരും ആ കപ്പൽ വരുന്ന വഴി, അതായത് ബ്രിഡ്ജിൻ്റെ പടിഞ്ഞാറ് ഭാഗം, സൗത്തിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്ത് അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരാൾ മാത്രം കപ്പലിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലെ ബസ്സിൻ്റെ അകത്തിരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, റഫ്സനാണ്. റഫ്സൻ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ നേർത്ത ഒരു പച്ച നൂല്, ഒരുപാട് നീളത്തിലുണ്ട്. അത് ഒരു കറുത്ത ഒരു സിലിണ്ടറിൽ കെട്ടി ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ നീളവും ഒരു 2-2.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു കറുത്ത സിലിണ്ടർ. അതിൽ അദ്ദേഹം ആ പച്ച നൂലിൻ്റെ ഒരറ്റം കെട്ടി. മറ്റേ അറ്റം ഏകദേശം ഒരു 35 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം അദ്ദേഹം ചെയ്തത് നമ്മുടെ ഏപ്രിൽ വെനസ്ഡേയുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇടുമ്പോൾ മനസ്സിൽ ചില ചിന്തകളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇത് പിടിക്കപ്പെട്ട എൻ്റെ ഒന്ന് പിടിക്കപ്പെടാൻ പാടില്ല. തിടുക്കപ്പെട്ട് അദ്ദേഹം പുറത്തിറങ്ങി. നേരെ നടന്നത് ഈ ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്തല്ല, അതിന് എതിർവശത്തെ ഭാഗം, അതായത് ഈ കപ്പലിനി കടന്ന് അപ്പുറത്ത് പാലത്തിൻ്റെ അപ്പുറത്തെത്തിയിട്ട് പോകുന്ന ഭാഗം. അവിടെ എത്തി അദ്ദേഹം വളരെ കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതിൻ്റെ ഉദ്ദേശം ആരെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടോന്നോ? ഇല്ല, എല്ലാവരും കപ്പലിലാണ് ശ്രദ്ധ. ഒരാൾ പോലും മറ്റേ സൈഡിലേക്ക് നോക്കുന്നേ ഇല്ല. അദ്ദേഹം ആ പാലത്തിൻ്റെ കൈവരിയിൽ ആ നൂലിൻ്റെ ഒരു അറ്റം കെട്ടി, മറ്റേ അറ്റം താഴേക്ക് ഇട്ടു. ഇപ്പോൾ ആ സിലിണ്ടർ ഈ 35 മീറ്റർ താഴെ ആ നൂലിൽ തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം പിന്നെ വളരെ കൂളായിട്ട് വന്ന് മറ്റേ ആൾക്കാരുടെ കൂടെ കൂടി. ആ സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ഇനിയിപ്പോൾ അഥവാ അത് അവളുടെ ബാഗിൽ നിന്ന് പിടിച്ചാൽ തന്നെ
ആ സൈഡിലോട്ട് അവൾ പോയിട്ടില്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും പത്രപ്രവർത്തകരുടെ ഇടയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവളേ ഉള്ളൂ. കാരണം ബാക്കിയൊക്കെ വയസ്സായ സ്ത്രീകളല്ല, അവരാരും ശ്രദ്ധിക്കാൻ, കൊച്ചു പെണ്ണിനെയല്ല എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും പത്രപ്രവർത്തകർ സാക്ഷി പറയും അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. പ്രസിഡന്റിന്റെ ബസ്സിൻ്റെ അകത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അവരും ഈ പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ കൂടെ ആ കപ്പലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രസിഡന്റ് അടക്കം എല്ലാവരും എണീറ്റ് ആ ബസ്സിന്റെ സൈഡിൽ ഈ കപ്പലും നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ബ്രാൻസന്റെ മുതുകത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി ഒരു റിവോൾവറിന്റെ മെറ്റൽ അദ്ദേഹത്തിന്റെ ബാക്കിൽ ആരോ അമർത്തി പിടിച്ചിരിക്കുന്നു. അദ്ദേഹം മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന ഓയിൽ മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. കിങ്ങിന്റെ ഓയിൽ മിനിസ്റ്ററാണ് അത് ചെയ്തിരിക്കുന്നത്. അയാൾ ചിരിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, താൻ ആ ഫോണിൻ്റെ അടുത്ത് വെച്ച തൻ്റെ തോക്കാണിത്. ഒരു കാര്യം ചെയ്യേ, ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് മുഴുവൻ തോക്ക് താഴെയിട്ട് സറണ്ടർ ആയിക്കോളാൻ പറ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ കൊല്ലും. പറഞ്ഞു കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വലത്തെ ഷോൾഡറിൽ കഠിനമായ ഒരു വേദനയും ഒപ്പം ഒരു വെടിശബ്ദവും. അത് തൊട്ട് പുറകെ നിന്നിരുന്ന വാനി ഫാനാണ് ചെയ്തത്. ഈ ആവേശത്തിൽ അദ്ദേഹം ഇടംബരം ശ്രദ്ധിച്ചില്ല. ബ്രാൻസൺ പറഞ്ഞു, എന്നെപ്പോലൊരാളെ നേരിടാൻ നീ പോരാ. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് താഴെ വീണു. അത് ചാടിയെടുക്കാൻ നമ്മുടെ മറ്റേ ഓയിൽ മിനിസ്റ്റർ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു. അയാളൊരു ശ്രമം നടത്തി. അയാൾ ആ തോക്കിൽ പിടിച്ചതും ബ്രാൻസൺ ഷൂസിട്ട കാലുകൊണ്ട് ആ കയ്യിൽ ചവിട്ടി. തോക്കിൻ്റെയും ഇദ്ദേഹത്തിന്റെ കാലിന്റെ ഇടയിൽപ്പെട്ട് വിരലുകൾ ഒടിഞ്ഞ ശബ്ദം എല്ലാവരും കേട്ടു. ബ്രാൻസൺ അവിടെ നിന്ന് കൂളായിട്ട് നടന്നു ചെന്നു ഫോൺ എടുത്തു. ഹെൻഡ്രിക്സ്, ഒരു ആംബുലൻസും ഡോക്ടറും അടങ്ങുന്ന ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ചോ. എന്തു പറ്റി? ആ ഓയിൽ മിനിസ്റ്റേഴ്സ് സ്വയം പരിക്കേൽപ്പിക്കുക. ആ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ സ്വയം പരിക്കേൽപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അത് കഴിഞ്ഞ് വാനിഫാന്റെ അടുത്ത് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, തൽക്കാലം നമ്മുടെ ബസ്സിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കുക. ഹെൻഡ്രിക്സിന്റെ കമ്മ്യൂണിക്കേഷൻ വാനിൽ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ട്രഷറി സെക്രട്ടറിയും അവിടെ വന്നിറങ്ങി, കാറിൽ വന്നിറങ്ങി, അതിൻ്റെ അകത്ത് കയറി. അവര് പരസ്പരം വിഷ് ചെയ്തു. എന്നിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ഹെൻഡ്രിക്സ്, എങ്ങനെയാണ് ഇതൊന്നൊന്ന് രക്ഷപ്പെടുക? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു വഴി ഇപ്പം കാണാനില്ല, നമുക്ക് ക്ഷമിക്കാനേ പറ്റൂ, എന്താണ് അവൻ പറയുന്നത് നോക്കട്ടെ. അതിനിടയിൽ ബ്രാൻസന്റെ ഒരു കോൾ വന്നു. ഒരു TV വാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അതിനെ കടത്തി വിടണം. അതായത് ആ പത്രപ്രവർത്തകരെല്ലാം വിളിച്ചിരുന്നല്ലോ ഓഫീസിലേക്ക്, അതിലേതോ ഒരു TV കമ്പനിയുടെ വാനാണ് വരുന്നത്. പിന്നെ ഒരു 40 കസേര വേണം. 40 കസേരയോ? അതെന്തിനാ? നിങ്ങളൊക്കെ എങ്ങനെ പത്രസമ്മേളനം നടത്താൻ നിന്നിട്ടാണോ? അപ്പോ ഹെൻഡ്രിക്സ് ചോദിച്ചു, നിങ്ങളവിടെ പത്രസമ്മേളനം നടത്താൻ പോകണോ? അതെ, ജനങ്ങൾ അറിയണ്ടേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ലോകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനൊരു പത്രസമ്മേളനം നടത്താൻ പോകുന്നു. അതിനൊരു 40 ചെയർ ഇപ്പൊ വാങ്ങിക്കാനൊന്നും സമയം കിട്ടില്ല. അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഒരു 40 ചെയർ വാങ്ങിക്കുക, ഇങ്ങോട്ട് കൊടുത്തു വിട്ടേക്കുക. പെട്ടെന്ന് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ചോദിച്ചു, കാരണം അവരൊക്കെ സ്പീക്കർ ഫോണിലൂടെ കേൾക്കുന്നുണ്ട് ബ്രാൻസൺ പറയുന്നത്, ഇയാള് പത്രസമ്മേളനം നടത്തിയത്, ഇയാൾ ആരാന്നാ ഇയാളുടെ വിചാരം? അപ്പോ നമ്മുടെ ഹെൻഡ്രിക്സ് പറഞ്ഞു, അയാൾ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സംഭവങ്ങൾക്ക് ശേഷം, ഇപ്പൊ ഇന്ന് ഞാൻ രാവിലേക്ക് ശേഷം ഇയാളെ കുറിച്ച് കുറെ അന്വേഷിച്ചു. അതിന് എനിക്ക് കിട്ടിയ വിവരം, ഇയാളൊരു ഇന്റർനാഷണൽ റോബറാണ്. ഇത്രയും കാലമായിട്ട് ഒരുപാട് സ്ഥലത്ത് റോബറി നടത്തിയിട്ടുണ്ട്. അതായത് മെക്സിക്കോ, ബ്രസീല്, അങ്ങനെ ഇവിടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റ് വല്ലതാണോ? അയാൾ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് റോബറി നടത്താനാ? അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? ഹെൻഡ്രിക്സ് വളരെ പരിഹാസത്തോട് പറഞ്ഞു. അപ്പൊ ഇയാൾ ശരിക്കും അവിടെയുള്ള
അദ്ദേഹം ശരിക്ക് അമേരിക്കക്കാരൻ തന്നെയാണ്. എന്നിട്ട് ഇത്രയും കാലം ഇയാളെ കുറിച്ച് അറിയില്ലേ? ഇയാൾ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ക്രൈം ചെയ്യുന്നത്. ഇവിടെ ഇതുവരെ ഈ അമേരിക്കയുടെ പുറത്ത് ഈ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളിലെ ക്രൈംസ് നടത്തിയിട്ടുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ക്രൈംസ് നടത്തിയിട്ടില്ല. ഈ നടത്തിയ ക്രൈംസ് മുഴുവൻ വലിയ വലിയ എമൗണ്ടിൻ്റെ റോബറീസാണ്. കണക്കുകൾ അനുസരിച്ച് അയാളുടെ ഒരു ആസ്തി ഇപ്പം ഏകദേശം $2 കോടി വരും. $2 കോടി? എന്നിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇയാൾക്ക് എന്താ ആർത്തി തീരുമില്ലേ? ആർക്കാ സാർ ആർത്തി തീരുക? ഉള്ളവന് പിന്നെയും പിന്നെയും ഉണ്ടാക്കണം എന്ന് തന്നെയല്ലേ ആഗ്രഹം. അത് ലോകസത്യമാണല്ലോ. അപ്പം ഇയാൾ US എവിടെയാന്നാ പറഞ്ഞത്? US ന്യൂയോർക്കിൻ്റെ അടുത്ത് ഒരു ബാങ്കറാണ് ഇയാളുടെ അച്ഛൻ. സ്വന്തമായിട്ട് ബാങ്കുള്ള ആളാണ്. ഓ, ബാങ്കർ ബ്രാൻസന്റെ മകനാണോ ഇത്? പറഞ്ഞത് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. പറഞ്ഞത് ട്രഷറി സെക്രട്ടറിയാണ്. ബാങ്കർ ബ്രാൻസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ചെക്കൻ മാത്രം എന്താ ഇങ്ങനെ പോയത്? ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ അവൻ വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആയതാണ്. എക്കണോമിക്സിൽ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ബാങ്കിൽ തന്നെ അവൻ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ PG പഠിച്ചു, ക്രിമിനോളജി. അങ്ങനെ ക്രൈംസിനെ കുറിച്ചൊക്കെ അവൻ നല്ലപോലെ മനസ്സിലാക്കി. അതും കഴിഞ്ഞ് അവൻ PhD എടുത്തു. അത് ആപ്പ സർവകലാശാലയിൽ നിന്നൊന്നുമല്ല, ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ പോലെ PhD കച്ചവടം അന്നേ അവിടെ ഉണ്ട്. ചെറിയ ഇടപാടുകളൊക്കെ ഉണ്ട് എന്ന് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും അങ്ങനെ അല്ലാത്ത വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഹവാർഡ്. അവിടെ നിന്ന് PhD. ഇത്രയും കഴിഞ്ഞിട്ടാണ് ബ്രാൻസൺ ഇത്തരം ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഹെൻഡ്രിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ആ വാനിൻ്റെ അടുത്ത് ഒരു മോട്ടോർ ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് വന്നു. ഹൈ സ്പീഡിൽ അവിടെ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വന്നു. അതിനൊരു പോലീസുകാർ ഇറങ്ങി ഡോർ തുറന്നു, സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, നേവി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നയച്ചതാണ്, എത്രയും പെട്ടെന്ന് സാറിന് തരാൻ പറഞ്ഞു. കൊടുത്ത സാധനം ഒരു കറുത്ത സിലിണ്ടറായിരുന്നു. 20 സെൻറ്റിമീറ്റർ നീളവും ഏകദേശം 2.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു കറുത്ത സിലിണ്ടർ. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്, ടു മിസ്റ്റർ ഹെൻഡ്രിക്സ്.